എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ ഈ വീഡിയോയിൽ കേറ്ററ്റിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സംടൈംസ് ചിൽഡ്രൻ ഫേസ് ട്രബിൾ ഇൻ റീഡിംഗ്. ചിലപ്പോൾ കുട്ടികൾക്ക് വായിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: ഡിസ്ഗ്രാഫിയ, ഹൈപ്പർ ആക്ടിവിറ്റി, ഡിസ്ലെക്സിയ, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി. നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇതിൽ റീഡിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ വായനാ വൈകല്യം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ? ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയാണ് റീഡിംഗ് ഡിസബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് മോസ്റ്റ് റിലേറ്റഡ് ടു. റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പ്രബലനം എന്ന ആശയം താഴെ കൊടുത്തിരിക്കുന്ന തിയറികളിൽ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: പാവ്ലോവ്സ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നേഴ്സ് ഐഡിയ ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്, തോണ്ടേക്ക് ലോ ഓഫ് റെഡിനെസ്, ജസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ്. ഏതുമായിട്ടാണ് റീഇൻഫോഴ്സ്മെന്റ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്നത്? കണക്റ്റഡ് ടു സ്കിന്നേഴ്സ് ഐഡിയ ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്. സ്കിന്നറിന്റെ തിയറിയാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. അതിൽ പറയുന്ന കോൺസെപ്റ്റ് ആണ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പ്രബലനം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം ജസ്റ്റാൾട്ട് ഇൻഡിക്കേറ്റ്സ്. ജസ്റ്റാൾട്ട് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: മീനിങ്ഫുൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ പ്രോബ്ലം, പെർസെപ്ഷൻ ഓഫ് എ സിറ്റുവേഷൻ ആസ് എ ഹോൾ, റീഅറേഞ്ച്മെന്റ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് എ സിറ്റുവേഷൻ, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഓഫ് എ സിറ്റുവേഷൻ. നമ്മൾ ജസ്റ്റാൾട്ടിസം അല്ലെങ്കിൽ സമഗ്രതാവാദം എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതിൽ ജസ്റ്റാൾട്ട് എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ: പെർസെപ്ഷൻ ഓഫ് എ സിറ്റുവേഷൻ ആസ് എ ഹോൾ. ഒരു സിറ്റുവേഷനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കുന്നതിനെയാണ് ജസ്റ്റാൾട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റാൾട്ടിസം എന്താണ്? ഒരു കോൺസെപ്റ്റ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വേണം മനസ്സിലാക്കാൻ എന്ന് പറയുന്ന മനഃശാസ്ത്ര ശാഖയാണ് ജസ്റ്റാൾട്ടിസം അല്ലെങ്കിൽ സമഗ്രതാവാദം. അടുത്ത ക്വസ്റ്റ്യൻ, അസിമിലേഷൻ ഇസ് ദ പ്രോസസ്. അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻസ്: അക്വയറിംഗ് കോൺസെപ്റ്റ്സ് ബൈ ഒബ്സർവേഷൻ ആൻഡ് കമ്പാരിസൺ, ലേണിംഗ് കരിക്കുലർ മെറ്റീരിയൽ അറ്റ് ദ മാസ്റ്ററി ലെവൽ, registering new experiences in the cognitive structure, familiarizing new experiences by linking with familiar ones. Answer: familiarizing new experiences by linking with familiar ones. നമ്മൾ പുതിയ ആശയങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇത് പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയുടെ കോൺസെപ്റ്റാണ് അസിമിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ. പോസിറ്റീവ്ലി ആക്സിലേറ്റഡ് ലേണിംഗ് കർവിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: യു ഷേപ്ഡ് കർവ്, കോൺവെക്സ് കർവ്, കോൺകേവ് കർവ്, എസ് ഷേപ്ഡ് കർവ്. ആൻസർ: കോൺകേവ് കർവ്. കോൺകേവ് കർവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് വരയ്ക്കുന്നത്. എന്താണ് ലേണിംഗ് കർവ്? ലേണിംഗ് കർവ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? നമ്മൾ എക്സ് ആക്സിസിൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ടൈം പ്ലോട്ട് ചെയ്യും, വൈ ആക്സിസിൽ എമൗണ്ട് ലേൺഡ് നമ്മൾ എത്രമാത്രം പഠിച്ചു എന്നത് പ്ലോട്ട് ചെയ്യുകയും ചെയ്യും. പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ആവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കോൺകേവ് ഷേപ്പുള്ളൊരു കർവാണ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സം സ്റ്റുഡൻസ് അച്ചീവ് ഹൈ ഇൻ ദ ക്ലാസ് വൈൽ സം അതേഴ്സ് ഫെയിൽ ഡ്യൂ ടു സൈക്കോളജിക്കൽ ഫിനോമിനൻ. ഇറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ അച്ചീവ്മെൻറ്റ്, ഡിഫറൻഷ്യൽ ഫെയിലിയർ, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. എല്ലാ സാഹചര്യങ്ങളും ഒരേപോലെ കൊടുത്താലും ചില കുട്ടികൾ പരാജയപ്പെടും. അതിന് നമ്മൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യക്തി വ്യത്യാസത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ചീഫ് എക്സ്പോണൻ്റ് ഓഫ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി. അർത്ഥപൂർണമായ വാചിക പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻസ്: വൈഗോട്സ്കി, ഗാഗ്നെ, പിയാഷെ, ഓസ്ബെൽ. ആരുടെയാണ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി? ഓസ്ബെൽ. ഓസ്ബെലിൻ്റെതാണ് അർത്ഥപൂർണമായ വാചിക പഠനം. മറക്കാതിരിക്കുക, മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് അല്ലെങ്കിൽ അർത്ഥപൂർണമായ വാചിക പഠനം പ്രപ്പോണൻ്റ് ആണ് ഡേവിഡ് ഓസ്ബെൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഡെവലപ്പ് ദ 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻസ്: ആൽഫ്രഡ് ബിനെ, സ്പിയർമാൻ, റാവൻ, ഡേവിഡ് വെഷ്ലർ. ആൻസർ: സ്പിയർമാൻ. സ്പിയർമാൻ്റെ തിയറിയാണ് 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ഫിസിക്കൽ ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് ഈസ് റെഫേർഡ് ടു ആസ്.
കുട്ടിയുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക കാരണങ്ങൾ, ന്യൂട്രീഷൻ പോഷകാഹാരം, ഫാമിലി സൈസ് കുടുംബത്തിന്റെ വലിപ്പം, മച്ചുറേഷൻ പരിപക്വത. ഇതിലേതാണ് ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്തത്? ഏതാണ്? ഫാമിലി സൈസ് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വലിപ്പം. ഒരു കുടുംബത്തിന്റെ വലിപ്പത്തിനെ ആശ്രയിച്ചല്ല ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്നത്, പക്ഷേ അതിൽ ജനറ്റിക് റോളുണ്ട്, അതായത് ജനിതക കാരണങ്ങൾക്ക് സ്വാധീനമുണ്ട്. കുട്ടിക്ക് കൊടുക്കുന്ന പോഷകാഹാരത്തിന് ഒരുപാട് സ്വാധീനമുണ്ട്. അവൻ്റെ പക്വതയും ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കാറുണ്ട്. പക്ഷേ ഫാമിലി സൈസിന് യാതൊരു റോളും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ: റെക്കോർഡ് ദാറ്റ് മേ കണ്ടെയ്ൻ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഇൻസിഡൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ചിൽഡ്രൻ ഇസ് കോൾഡ്. കുട്ടികളെ കുറിച്ചുള്ള സ്വഭാവ വിവരണങ്ങളും പ്രത്യേക സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡ് കാർഡിന്റെ പേരെന്താണ്? ഓപ്ഷൻസ്: ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനിക്ഡോട്ടൽ റെക്കോർഡ്, ലോഗ് ബുക്ക്, അറ്റൻഡൻസ് ബുക്ക്. ഇതിലേതിലാണ് കുട്ടികളെ കുറിച്ചുള്ള സ്വഭാവ വിവരണങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്? അനിക്ഡോട്ടൽ റെക്കോർഡ് അല്ലെങ്കിൽ ഉപാഖ്യാന രേഖയിലാണ്. ഇപ്പോൾ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്താണ്, അനിക്ഡോട്ടൽ റെക്കോർഡ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നുള്ള ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഇത് പഠിക്കാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒരു തവണയെങ്കിലും കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: അക്കോർഡിംഗ് ടു പിയാഷെ ദ കോഗ്നിറ്റീവ് സ്റ്റേജ് ദാറ്റ് റെഫേഴ്സ് 2 to 7 ഇയേഴ്സ്. പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അനുസരിച്ച് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിന്റെ പേരെന്താണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാഗ് മനോവ്യാപാര ഘട്ടം, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഔപചാരിക മനോവ്യാപാര ഘട്ടം, സെൻസറി മോട്ടോ സ്റ്റേജ് ഇന്ദ്രിയ ചാലക ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് മൂർത്ത മനോവ്യാപാര ഘട്ടം. ഇതിലേതാണ് 2 തൊട്ട് 7 വയസ്സ് വരെയുള്ള കാലഘട്ടം? 2 തൊട്ട് 7 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം എയിം ടു പ്രൊവൈഡ് അഡീഷണൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഗിഫ്റ്റഡ് ചിൽഡ്രൻ? പ്രതിഭാശാലികളായ കുട്ടികൾക്ക് പഠന അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം ഏതാണ്? ഓപ്ഷൻസ്: പ്രൊവൈഡിംഗ് ഇൻഡിപെൻഡന്റ് അക്കാഡമിക് പ്രോജക്ട്സ്, സ്വതന്ത്രമായി ചെയ്യാൻ ഉന്നത നിലവാരമുള്ള പ്രോജക്റ്റുകൾ നൽകുക. പ്രൊവൈഡിംഗ് തോട്ട് പ്രൊവോക്കിംഗ് അസൈൻമെന്റ്സ്, ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന അസൈൻമെന്റുകൾ കൊടുക്കുക. സിംപ്ലിഫൈയിങ് ദ സബ്ജക്ട് കണ്ടന്റ്, പാഠ്യവസ്തു ലഘൂകരിക്കുക. മെയിൻറ്റെയിനിങ് പ്രോഗ്രസ് റെക്കോർഡ് പ്രോപ്പർലി, പഠന നിലവാര കാർഡ് അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് കൃത്യമായിട്ട് സൂക്ഷിക്കുക. ഇതിൽ ഏതാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം? ആൻസർ: പ്രൊവൈഡിംഗ് തോട്ട് പ്രൊവോക്കിംഗ് അസൈൻമെന്റ്സ്. അവരുടെ ചിന്തയെ പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ചെറിയ ചെറിയ അസൈൻമെന്റുകൾ വേണം ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ: ദ സിസ്റ്റം ഇൻ വിച്ച് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഓർ പേഴ്സൺസ് ഹു നീഡ് സ്പെഷ്യൽ കെയർ can learn in schools together with people who do not have special needs is called. അതായത് ഭിന്നശേഷിയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കുന്നതിനുള്ള അവസരങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ്: ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഫോമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസം, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സാങ്കേതിക വിദ്യാഭ്യാസം, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ അനൗപചാരിക വിദ്യാഭ്യാസം. ഇതിലേതാണ് സാധാരണ കുട്ടികളോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഫസ്റ്റ് ഇന്റലിജൻസ് സ്കെയിൽ ഈസ്. ആദ്യത്തെ ബുദ്ധിമാപന സ്കെയിൽ ഏതാണ്? ഓപ്ഷൻസ്: സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ ഓഫ് ഇന്റലിജൻസ്, റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ്, വെഷ്ലേഴ്സ് സ്കെയിൽ ഓഫ് ഇന്റലിജൻസ്, ബാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ്. ഇതിലേതാണ് ആദ്യത്തെ ഇന്റലിജൻസ് സ്കെയിൽ? ആൽഫ്രഡ് ബിനെ ഡെവലപ്പ് ചെയ്ത സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിലാണ് ആദ്യത്തെ ഇന്റലിജൻസ് സ്കെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജ് ഡസ് നോട്ട് കം അണ്ടർ കോൾബർഗ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോൾബർഗിന്റെ സന്മാർഗ വികസിത ഘട്ടത്തിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: കൺവെൻഷണൽ സ്റ്റേജ്, പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൽ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജിൽ വരാത്തത് ഏതാണ്? നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോയിൽ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റും അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസും ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ വരാത്തത് ഏതാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നൊരു സ്റ്റേജ് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ ഇല്ല. അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഏതിലാണ് നമ്മൾ പഠിച്ചത്?
പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ പഠിച്ചതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്ത ക്വസ്റ്റ്യൻ, MLL is an abbreviation used by National Policy on Education 1986 which laid down for each stage of education. MLL stands for. MLL എന്നത് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986 കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: മാക്സിമം ലെവൽ ഓഫ് ലേണിംഗ്, മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ്, മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, മെഷർമെന്റ് ഓഫ് ലേണിംഗ് ലോസ്. ഇതിലേതാണ് 1986 NBE പ്രകാരം MLL ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മിനിമം ലെവൽ ഓഫ് ലേണിംഗ്. MLL എന്ന് പറയുന്നത് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഗ്യാരണ്ടി ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ? എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 45, ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 42, ആർട്ടിക്കിൾ 29. ആൻസർ: ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A denotes the free and compulsory primary education for all children. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേഷൻ ഓഫ് ഇമോഷൻസ് ടേക്ക് പ്ലേസ് അറ്റ്? കുട്ടികൾക്ക് വികാരങ്ങൾ വേർതിരിച്ച് അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അറ്റ് ദ ടൈം ഓഫ് ബർത്ത്, ജനനസമയത്ത്, ഡ്യൂറിങ് ഇൻഫൻസി, ശൈശവത്തിൽ, ഡ്യൂറിങ് അഡോളസെൻസ്, കൗമാര കാലഘട്ടത്തിൽ, ഡ്യൂറിങ് അഡൾട്ട്ഹുഡ്, യൗവനാവസ്ഥയിൽ. ഇതിൽ ഏത് പ്രായത്തിലാണ് ഡിഫറൻഷിയേഷൻ ഓഫ് ഇമോഷൻസ്, അതായത് നമുക്ക് ഓരോ ഇമോഷൻസും സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നത് ഏത് കാലഘട്ടത്തിലാണ്? നമ്മൾ ബ്രിഡ്ജ് സ്റ്റാർട്ടൊക്കെ പഠിച്ചതാണ്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡ്യൂറിങ് ഇൻഫൻസി വി ഫീൽ ഡിഫറൻഷിയേഷൻ ഓഫ് ഇമോഷൻസ്. നമുക്ക് ശൈശവാവസ്ഥയിൽ തന്നെ ഈ ഇമോഷൻസിനെയൊക്കെ വേർതിരിച്ചറിയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്പാൻഷൻ ഓഫ് ZPD ഈസ്? ZPDയുടെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻസ്: സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്, സോൺ ഓഫ് പോസിബിൾ ഡെവലപ്മെന്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സോൺ ഓഫ് പ്രൊഡക്റ്റീവ് ഡെവലപ്മെന്റ്. ഇത് വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്ന കോൺസെപ്റ്റാണ് ZPD. എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീക്രട്ട് ഓഫ് എഫക്റ്റീവ് ലേണിംഗ് അക്കോർഡിംഗ് ടു ബിഹേവിയറിസ്റ്റ് ഈസ്? കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് കാര്യത്തിലാണ് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടത്? ഓപ്ഷൻസ്: പണിഷിംഗ് ഓഫ് റോങ് റെസ്പോൺസസ്, തെറ്റായ റെസ്പോൺസ് തരുമ്പോൾ ശിക്ഷ കൊടുക്കുക. അടുത്തത് ഇമ്മീഡിയറ്റ് റീഇൻഫോഴ്സ്മെന്റ് ഓഫ് കറക്റ്റ് റെസ്പോൺസസ്, ശരിയായിട്ടുള്ള റെസ്പോൺസിന് അപ്പോൾ തന്നെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ പ്രബലനം ചെയ്യുക. അടുത്തത് എൻഷുറിംഗ് ദാറ്റ് ദ ചൈൽഡ് മേക്സ് എ കറക്റ്റ് റെസ്പോൺസ്, കുട്ടി ശരിയായ റെസ്പോൺസ് ആണ് തരുന്നതെന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് കീപ്പിംഗ് ദ ചൈൽഡ് അറ്റൻറ്റീവ്, കുട്ടികൾ ഒരു കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ കൊടുത്തിരിക്കുന്നതിൽ എഫക്റ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠനം നടക്കുന്നതിന് ബിഹേവിയറിസം ഏത് ഓപ്ഷനാണ് സജസ്റ്റ് ചെയ്യുന്നത്? ഏതാണ്? ആൻസർ: ഇമ്മീഡിയറ്റ് റീഇൻഫോഴ്സ്മെന്റ് ഓഫ് കറക്റ്റ് റെസ്പോൺസസ്. ശരിയായ റെസ്പോൺസ് ഒരു കുട്ടി തരുമ്പോൾ നമ്മൾ അപ്പം തന്നെ അതിന് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അതായത് നമ്മളൊരു ചോദ്യം ചോദിച്ചു, അപ്പോൾ കുട്ടി ശരിയായ ഉത്തരം പറഞ്ഞുവെങ്കിൽ അപ്പോൾ തന്നെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. ഒന്നെങ്കിൽ അവനെ പ്രശംസിക്കുകയോ പുകഴ്ത്തുകയോ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകുകയോ ചെയ്യുക എന്നാണ് ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദം പറയുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കുക. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക്